നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് മാവിനെ പ്രൂണിങ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തൊരു മാവാണ്. അപ്പോൾ ഇതിൽ ഒരു മിഡ്ജിൻ്റെ സിവിയർ അറ്റാക്ക് അടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ മരുന്നടിക്കാൻ പറ്റിയില്ല. നല്ല വേനലിൽ പെട്ടെന്നൊരു മഴ പെയ്തല്ലോ, അതിൽ അവരെല്ലാം വീണ്ടും ആക്റ്റീവായി. അപ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം ഈ വന്ന തളിര് മുഴുവൻ പോയി. അപ്പോൾ ഇത് അവക്കാഡോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ താഴെ വെച്ച് ഇതാണ് ഗ്രോത്ത് റിങ്. ഇത് ഗ്രോത്ത് റിങ്ങിൻ്റെ താഴെ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. ഗ്രോത്ത് റിങ്ങാണ് ഇത്. ഗ്രോത്ത് റിങ്ങിൻ്റെ താഴെ എനിക്കൊരു 3 ഷൂട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ വെച്ച് ഒരു 45 ഡിഗ്രി ആംഗിളിൽ ബ്ലേഡ് ചെരിച്ച് വെച്ചിട്ട് കട്ടർ ചെരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് ഇത് ഈ 45 ഡിഗ്രി ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ വെള്ളം അതിനകത്ത് ഇറങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇനി വേണ്ടത് ഇനി ഈ ഒരു ഇതൊന്ന് വരും, ഈ ഒരു ഇവിടുന്ന് ഒരു പുതിയ ഷൂട്ട് വരും, ഇവിടുന്ന് വരും. അങ്ങനെ ഒരു 3 ഷൂട്ട് വരും. അതിനെ ഞാൻ നിർത്തി പ്രൊട്ടക്റ്റ് ചെയ്ത് സെറ്റാക്കും. അപ്പോൾ ട്രെയിനിങ് ചെയ്യേണ്ടവർ ഗ്രോത്ത് റിങ്ങിന് താഴെ കട്ട് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് 3 സൈഡിലേക്കായിട്ടും കണ്ടോ 3 സൈഡിലേക്ക് തന്നെ ആയിട്ട് കറക്റ്റ് കിട്ടുകയും ചെയ്യും. ഷൂട്ടുകൾക്ക് ഹെൽത്ത് കൂടുതലായിരിക്കും. നമ്മുടെ ഗ്രോത്ത് റിങ്ങിന് മുകളിൽ കട്ട് ചെയ്യുമ്പം ഒരുപാട് ഷൂട്ട്സ് വരും, അതിന് ഹെൽത്ത് കുറവായിരിക്കും. ഇതാകുമ്പോൾ ഈ 3 എണ്ണം നിർത്തിയിട്ട് ഇനിയിപ്പോൾ താഴേക്ക് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കി കൊടുത്താൽ മതി. അപ്പോൾ പ്രൂണിങ് ചെയ്യുന്നവർ ഗ്രോത്ത് റിങ്ങിന് താഴെ വെച്ച് കട്ട് ചെയ്യുക. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.